love me. Tell me pretty lies, look me in the face. Tell me that you love me. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CS ഒരു ഹീറോയ്ക്ക് ലോബിയിലെ ഒരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ 12 സ്റ്റാറാണ് നമ്മുടെ എയിം, മാസ്റ്ററാണ് എപ്പോഴും ഉള്ള പോലെ. അപ്പം ഈ സീസണിൽ ഞാനിപ്പോൾ തുടങ്ങിയിട്ട് 12 സ്റ്റാർ അടിച്ചു. അപ്പോൾ നമ്മുടെ റോഡ് ടു മാസ്റ്റർ എന്ന സീരീസിലെ പാർട്ട് 1 ആണ്. അപ്പം ഇതുപോലെ കുറച്ച് പാർട്സൊക്കെ ഞാൻ ലൈറ്റ് ഹീറോയ്ക്ക് ആകുമ്പോൾ അടിക്കുമ്പോൾ ഇടും. ഞാൻ കുറച്ച് പാട്ടാകുമ്പോൾ ഞാൻ ഇടുന്നുണ്ട്. അപ്പം നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം ഗൈസ്. അപ്പം നമ്മൾ ആദ്യം മാച്ച് ചെയ്തിട്ടുണ്ട്. മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വന്നിരിക്കുന്നത് G18 നമുക്ക് ആദ്യം കണ്ടിരിക്കുന്നത്. നമ്മൾ G18 വെച്ചൊരു 1v ഫോർ കം ടു ഗൈസ്. നമുക്ക് നോക്കാം. നമുക്ക് ആദ്യത്തെ വാങ്ങിച്ച് G8 വെച്ചെടുക്കാം. സമരം ഓടിപ്പം നമുക്ക് ആ ഫ്രണ്ട് ഇരിക്കുന്ന സാധനം എന്താണ് എടുക്കാൻ പറ്റിയില്ല. മറ്റൊരിടത്ത് പോയി ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് പോയി ഫൈറ്റ് എടുക്കാം. അതിപ്പോൾ അമ്മമാരല്ല ഓപ്പോസിറ്റ് വന്നു ഗൈസ് ഓൾറെഡി. ഗൈസ് എന്നെ പോട്ട് കാര്യമില്ല. നമ്മൾ സ്പോണിൽ ആരും കാണുന്നില്ല. സ്പോണിൽ കണ്ടെങ്കിൽ ആരും കാണില്ല ഗൈസ്. നമ്മുടെ രണ്ടാമത്തെ മൂന്നാമത്തായിരിക്കും ഗൈസ് എനിമി ഫുള്ള്. നമുക്ക് അവിടെ ചെല്ലട്ടെ. എടാ ഡാമേജുണ്ട്. ഓടി ഗൈസ്. അവനോടി അവനെ ഫോളോ ചെയ്യുന്നു. എടാ നല്ല ഡാം എടുത്തിട്ടുണ്ട് ഗൈസ്. തേർഡ് പാർട്ടി മേടിച്ച് ഗൈസ്. സെക്കൻഡ് പാർട്ടി മേടിച്ച് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല തേർഡ് പാർട്ടി ഗൈസ്. 3 പേര് നമ്മൾ അറിയാമെന്ന് ഗൈസ്. പ്രാണി പോയി ഗൈസ്. നമ്മൾ ഇവിടെ വന്നിട്ട് പിടിച്ചാൽ പറ്റുമേ ഗൈസ്. കളി ഗൈസ്. നമ്മൾ M500 എടുത്താണ്. പുറകിൽ ഒരാളുടെ വേറൊരു സൈഡിൽ നിന്ന് ഒരാൾ ഗൈസ്. എന്തോ ഒരു പേരാണ് ഗൈസ്. ചത്തു. നമ്മൾ ചത്തു ഉറപ്പാണ് ഗൈസ്. ഇന്നത്തെയും ഗൈസ് ബുള്ളി അടിക്കാൻ പറ്റും ഗൈസ്. ഇപ്പോഴേ ഞാൻ ബുള്ളി അടിക്കുന്ന നിങ്ങളുടെ പ്രഡിക്ഷൻസ് ഇപ്പോഴേ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഗൈസ്. ആ ചത്തു. എടാ എന്ത് പണിയാണോ കാണിച്ച്. അപ്പുറത്തെ ഓപ്പോസിറ്റ് നല്ല പ്ലേയേഴ്സാണ് ഗൈസ്. ഹീറോയ്ക്ക് ലോബിയാണ്. ഇപ്പം നല്ല പ്ലേയേഴ്സാണ് ഓപ്പോസിറ്റ് വരുന്നത്. അപ്പം ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാൻ ഇച്ചിരിയും കൂടെ ഉത്സാഹമാകുന്നുണ്ട് ഗൈസ്. കാരണം നേരത്തെ ബോട്ട്സ് ആയിരുന്നു ഗൈസ്. തോക്ക് പോലും പിടിക്കാൻ അറിയാത്തവന്മാരായിരുന്നു ഇന്ത്യ ഇടയ്ക്ക് വന്നുകൊണ്ടിരുന്നത്. ഈ നമ്മുടെ ഹോളി അപ്ഡേറ്റ് വന്നേ പിന്നെ അതിന് മുമ്പ് കാര്യമാണ് 2-3 ദിവസം മുമ്പായി ഗൈസ്. ഇപ്പം നല്ല പ്ലേയേഴ്സ് ആയിരുന്നു ഗൈസ്. ഇപ്പോൾ ടഫ് മാച്ചുകളാണ് പോയത്. ജയിക്കുന്നുണ്ട് പക്ഷേ ടഫായിട്ടുള്ള മാച്ചുകളാണ് വരുന്നത്. അപ്പം അതിന് ഫ്രീ ഫയറിൻ്റെ ഭാഗത്ത് നല്ലൊരു സംഭവമാണ്. അല്ലെങ്കിൽ എല്ലാവരും ബോട്ടുകളെല്ലാവരും മാസ്റ്റർ അടിക്കുമായിരുന്നു ഗൈസ്. അതപ്പം ഇപ്പോൾ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് മാസ്റ്റർ അടിക്കണം ഗൈസ് ഈ സീസണിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ 6 മാസം അടിച്ചിട്ടുള്ള സംഭവമില്ല ഗൈസ്. അതും കിട്ടണം. അതിനുവേണ്ടിയൊക്കെയാണ് നമ്മൾ കളിക്കുന്നത്. പിന്നെ നമുക്ക് ടെർമിനേറ്റർ ഒപ്പിക്കണം. അതിനുവേണ്ടി കുറേ കില്ലിൻ്റെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഞാൻ കില്ലൊക്കെ ഒപ്പിക്കുന്നത് ഗൈസ്. കുറേ കളിക്കുന്നതൊന്നും. അപ്പോൾ നമുക്ക് അങ്ങനെ കുറേ കില്ലൊക്കെ കിട്ടുമായിരിക്കും. ഇനി എനിക്ക് വെറും 6000 മതി ഗൈസ്. അത് കഴിഞ്ഞാൽ നമുക്ക് ടെർമിനേറ്റർ കാണാൻ സംഭവം കിട്ടും ഗൈസ്. ബാഡ്ജ് ഗൈസ് കഴിഞ്ഞ്. ഗൈസ് അവൻ്റെ P90 ഉണ്ടായിരുന്നല്ലോ. അവിടെ ഗ്രനേഡ് അത് നമ്മൾ ആയത്തെടുക്കാൻ പോകണം ഗൈസ്. അപ്പം ഹലോ ഓക്കെ ഗൈസ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഗെയിംസ് ട്രൈ ചെയ്യണമെങ്കിൽ അത് പറയാം ഗൈസ്. ഞാനിപ്പം ഫ്രീ ഫയറും റോബ്ലോക്സും ആയിട്ടാണ് കുറേ നാളായിട്ട് ഇപ്പം നോക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഞാൻ ഈ ഫുട്ബോൾ ഇടുന്നുണ്ട്. അപ്പം ഈ ഫുട്ബോളിൻ്റെ മെയിനായിട്ട് ഞാൻ ഗെയിം പ്ലേ വീഡിയോസ് ആയിരിക്കും ഇടുന്നത് ഗൈസ്. പാക്ക് ഓപ്പണിങ് അധികം നല്ല പാക്ക് ഓപ്പണിങ് കണ്ടൻറ്റൊക്കെ വന്ന് ഞാൻ എടുക്കാം ഗൈസ്. പക്ഷേ ഇപ്പം വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ എന്തായാലും ഒന്നും ഈ ഫുട്ബോളിൽ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. വല്ലോ നമ്മുടെ ഡിവിഷൻ പ്രൊമോഷൻ ഗ്രൈൻഡ് ചെയ്യുന്ന അങ്ങനെ പറഞ്ഞല്ലോ പാട്ടായിട്ട് ഇടാം. അതെല്ലാം നമുക്ക് സെറ്റാകാം ഗൈസ് അന്നേരം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഗെയിംസ് എല്ലാം ട്രൈ ചെയ്യണമെങ്കിൽ അത് പറയാം ഗൈസ്. ഗൈസ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നു ഗൈസ്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഷെയർ ഒക്കെ ചെയ്യുക ഗൈസ്. അവരോട് പറയാം ഒരു 1v1 ആണെങ്കിൽ പറയാം ഗൈസ്. നമ്മൾ 1v1 കളിക്കുന്നതായിരിക്കും ഗൈസ്. എന്നിട്ട് നമ്മൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പം നിങ്ങൾ പറയാം ഗൈസ് കമൻറ്റിൽ. നിങ്ങൾ ഓരോ ലൈക്കും ഷെയറും സപ്പോർട്ടൊക്കെ എനിക്ക് വലുതാണ് ഗൈസ്. അപ്പം 1-1 ഗൈസ്. നമുക്ക് ഇനി എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിൽ തോംസൺ ആണ് ഇരിക്കുന്നത്. തോംസണിൻ്റെ പ്രത്യേക ഗൈസ്. ലോങ്ങും കളിക്കാൻ പറ്റും, ഷോട്ട് കളിക്കാൻ പറ്റും. യെസ് ഗൈസ്. നമുക്ക് റൗണ്ട് എടുക്കാൻ പറ്റുമോ? ആദ്യമേ ഫസ്റ്റ് നോക്ക് വീണ് കഴിഞ്ഞ ഗൈസ്. ഞാൻ പറയാം ഇപ്പോൾ ആരും പറയാം. ഫസ്റ്റ് നോക്ക് നമ്മളാണ് വീണെങ്കിൽ നമ്മൾ കളി പോയി ഗൈസ്. എന്നാൽ ഫസ്റ്റ് നോക്കാണ് ഏറ്റവും പ്രാധാന്യം. എന്ന് പറഞ്ഞാൽ
ഫസ്റ്റ് നോക്കിൽ പെടുവാണെങ്കിൽ നമ്മൾ ചത്ത് ഗൈസ്. കാരണം അവന്മാർക്ക് പിന്നെ നമ്മൾ 3 പേരുള്ളൂ, അവന്മാർ പിന്നെ 4 പേരുണ്ടാകും ഗൈസ്. അപ്പം നമുക്ക് ഇച്ചിരി കൂടെ പ്രഷറും കൂടും, അവന്മാർക്ക് ഭയങ്കര ഈസി ആയിട്ട്. അവിടെ എനിമിയുണ്ട് ഗൈസ്, എടുക്കട്ടെ പിടിച്ചിട്ട് എടാ അവിടെ സെക്കൻഡ് ഇവിടെ പോകുന്നടാ. സ്കാറുടെ ഗൈസ്, അവൻ്റെ സ്കാറാണ്. അവൻ എന്നോടാ സെക്കൻഡ് പാർട്ടി വന്നടിച്ച് ഗൈസ്. നമുക്കവിടെ ഗ്ലൂ പോലും ഇല്ലാതെ എടാ സ്കാർ വെച്ചടാ അവൻ നമ്മളടിച്ചിട്ട് സ്കാർ വെച്ച്. ഓക്കെ 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 സ്കാർ വെച്ച് അവൻ അടിച്ചിട്ട് ഓക്കെ 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 എടാ 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 അവന് ശരിക്കും പറഞ്ഞാൽ അടിക്കായിരുന്നടാ. അവിടെ പൊട്ടത്തരം കാണിച്ച് ഗൈസ്. എടാ ഇവനെയാണ് ഞാൻ ഗൈസ് തംസം വെച്ച് ഞാൻ കൊന്നത്. നമ്മളൊരു കില്ലെടുത്തിട്ടുണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഗൈസ്. ഇപ്പം മറ്റവനാണ് മറ്റേ പേര് ഗൈസ്, അവനാണ് 6 കില്ലെടുത്തിരിക്കുന്നത് ഗൈസ്. അവൻ നല്ല സെറ്റായിട്ട് കളിക്കുന്നുണ്ട്. നമുക്ക് പാരഫിൽ എടുക്കണോ P90 എടുക്കണോ, ഏതെടുക്കണം? പാരഫിൽ എടുത്തേക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് പാരഫിൽ ഗെയിം പ്ലേ കാണാം ഗൈസ്. പാരഫിൽ കുറേ പേര് പറയുന്നത് നമ്മൾ കുറേ ഗൺസിൻ്റെ ഗെയിം പ്ലേ ആണെന്ന്. അപ്പോൾ നമ്മളത് സെറ്റാക്കുന്നതായിരിക്കും ഗൈസ്. നമ്മൾ കുറേ ഗൺസിൻ്റെ ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ അതിന് മീറ്റ് ചെയ്തായിരിക്കാം. അപ്പം നമുക്ക് ഈ ഇവിടെ അപ്പുറത്ത് പാരഫിലാണ് റെഡ് സെറ്റായി ഇപ്പം കാണാൻ പറ്റുമോ ഗൈസ്? ഹെഡ് ഇവിടെ ഡാമട 100 പറ്റും 100 ഗൈസ് സെറ്റാക്കി കയറിപ്പോൾ ആ ഡാമാണ് 100. എടാ അത് കൂടെ വരുത്താം പീക്കടാ തല പീക്ക സ്കോപ്പ് ഏരിയയുടെ. എടാ അവൻ്റെ തല കിട്ടിയ പൊട്ടിക്കും ഗൈസ്, തല കിട്ടിയ പൊട്ടിക്കും. ഇത് അവൻ ഓടുന്ന ഗൈസ്. എടാ ഫുൾ ഡാം ഉറപ്പാണ് 100% ഫുൾ ഡാം ആകും ഗൈസ് അവൻ. എന്നാൽ അവൻ ഞാൻ 250 237 കൊടുത്തു ഗൈസ്. അവനെ തൊട്ടഞ്ചാവും. ഇത് അതായിരുന്നു നമ്മൾ അടിക്കുന്ന ഗൈസ്. ഗൈസ് എടാ ഡാമണേ 33 ഡാമണേ കൊന്നേക്കെ ഗൈസ്. മറ്റേ നോക്കിയിട്ടുണ്ട് ഗൈസ്. ഇത് ഇവിടെയാണ് എടുത്തത്. അവിടെ താഴെയാണ് ഇപ്പോൾ പൊട്ടന്മാർ. എടാ താഴെയാടിയുടെ അതേ പോകുന്നു ഓടി ഗൈസ്. അവൻ്റെ അടുത്ത് തലകുത്തി. യെസ് അവനെ നമ്മളെടുത്തു ഗൈസ്. എടാ അതവിടെ നിന്നാണ് അടിച്ചത് ഗൈസ്. എപ്പോഴും നമ്മളെ പുറകിൽ നിന്നാണ് ഗൈസ് നോക്കാക്കുന്നത്. നമ്മളെപ്പോഴും അവൻ്റെ താലും വന്ന് പുറകിൽ നിന്ന് അടിച്ചിട്ട് പോകും ഗൈസ്. എന്തുവാണ് ഗൈസ് ഇങ്ങനെ? നമുക്ക് തോംസൺ എടുക്കാം. നമുക്ക് ഇത് പാരഫിൽ അപ്ഗ്രേഡ് ചെയ്തേക്കാം. ഈ ഗൈസ് ഈ ഡാൻസിങ് ഗ്രനേഡ് എന്താണ് ഗൈസ്? അത് മേടിക്കണോ വേണ്ട? അടുത്ത റൗണ്ട് മേടിക്കാം ഗൈസ്. ഈ ഡാൻസിങ് ഗ്രനേഡ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞോടാ. നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ് എന്താ സംഭവം എന്ന്. അപ്പം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പം ഓക്കെ നമുക്കിപ്പോൾ 2-2 ആണ് ഗൈസ് ഗെയിം പോകുന്നത്. 2-2 ആണ്. അത് കൂടെ എടുത്ത് അവിടെ പോകുന്നുണ്ട്. അത് പൊട്ടാൻ കണ്ടില്ല. കുറേ അടിച്ചിട്ട് നിങ്ങൾ പറയാം ഹെഡ് പോലെ അടിക്കുന്നതാണ്. അതിപ്പം ഹെഡ് കയറാത്താണ് ഗൈസ്. നമ്മൾ കളിച്ചാൽ പോരെ ഗൈസ്, ഹെഡ് കയറുന്നൊന്നും ഇല്ലല്ലോ. ഹെഡൊക്കെ കയറുന്നുണ്ട് ഗൈസ്. ഒരു ഹെഡ് പോലും കണ്ടില്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹെഡൊക്കെ കയറുന്നൊക്കെ ഉണ്ട്. ഹെഡൊക്കെ ഇഷ്ടം പിടിക്കാറുണ്ട് ഗൈസ്. അങ്ങനെ ഹെഡ് അടിക്കാൻ ഡ്രാഗ് ഒന്നും അധികം ചെയ്യുന്നില്ല. എന്നാൽ നല്ല പ്രഷറുള്ളൂ. അത് ഹെഡ് അടിക്കാൻ നോക്കി കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാരണം എനിക്ക് അവിടെ നിന്ന് ഹീറോയ്ക്ക് അടിക്കേണ്ട ഗൈസ്. നമുക്ക് മുമ്പോട്ട് ഇട്ടേക്കാം സെറ്റായിട്ട്. റിമോട്ട് ഇട്ട് ഗൈസ് നമുക്ക് ഗൈസ് നോക്കാം. നമുക്കിപ്പം ഡാൻസിങ് ഗ്രനേഡും എല്ലാ സാധനവും മേടിച്ചിട്ടുണ്ട് ഗൈസ്. 2 ഗ്രനേഡും പിന്നെ കുറച്ച് റിപ്പയർ കിറ്റും പിന്നെ ഒരു ഡെസേർട്ടുകളും മേടിച്ചേക്കാം ഗൈസ്. കാശിരിക്കില്ലേ ഗൈസ് ഡെസേർട്ടുകൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് റൗണ്ടാണ്. അപ്പോൾ ഈ കളി ജയിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബുള്ളി അടിച്ചു ഗൈസ്. ഇതിനാദ്യമായിട്ടാണ് ഈ ഹോളി അപ്ഡേറ്റ് വന്നിട്ട് ബുള്ളി അടിക്കുന്നത് ഗൈസ്. അപ്പം എങ്ങനെയാണ് ബുള്ളിയെ അടിക്കുമ്പോൾ എന്തൊക്കെയോ ആനിമേഷനൊക്കെ ഉണ്ടെന്നൊക്കെയാണ് കേട്ടത് ഗൈസ്. അത് നമുക്ക് ഒരുമിച്ച് കാണാം ഗൈസ് എന്താ സംഭവം എന്ന്. ഈ മാപ്പിൻ്റെ ഈ സ്ഥലത്തൊക്കെ ചെറുതായിട്ട് ഇങ്ങനത്തെ കണ്ട ഈ പച്ച കളറുള്ള സാധനം എന്തോ സാധനം ഗൈസ്. HP കയറുന്നതാണെന്നറിയാം. ഓക്കെ ഗൈസ് അപ്പം ഈ സംഭവം എന്താണെന്ന് പറഞ്ഞൂടാ, എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് പറഞ്ഞൂടാ. അതെന്നാണ് പറയുന്നടിക്കല്ല തോന്നിച്ച് കുത്തി പിടിച്ച് കഴിഞ്ഞാൽ ഗൈസ് തോന്നിച്ച്. അപ്പോൾ അവനെ അങ്ങ് തീർത്തിട്ടുണ്ട്. ഇനി പാരഫിൽ വെച്ച് ആരെങ്കിലും കിട്ടും ഗൈസ്. അവൻ്റെ തലേന്ന് ഹെഡ് കിട്ടിയെന്ന് കൊള്ളായിരുന്നു ഗൈസ്. നമ്മുടെ ടീമാര് ഫുൾ എടുക്കുവാണ് ഗൈസ്. മറ്റേ പറയില്ല അവന്മാരൊക്കെ എടുക്കുകയാണ് ഗൈസ്. അവന്മാർ കിട്ടുന്നില്ല. അവനെയും കിട്ടി. ഗൈസിന് ഓരോരുത്തരുള്ള കഴിഞ്ഞാൽ ബുയ്യാണ് ഗൈസ്. അത് കഴിഞ്ഞാൽ ബുയ്യാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ ബുയ് അടിച്ചിട്ടുണ്ട്. നമ്മൾ 13 എന്തൊക്കെയുണ്ട് ഗൈസ്. നമ്മൾ 13 സ്റ്റാർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. 13 സ്റ്റാർ കണ്ടല്ലോ. ഇനി നമ്മൾ 20 സ്റ്റാർ 25 സ്റ്റാറൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു വീഡിയോ ഇടാം ഗൈസ്. അപ്പം
അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയറും സപ്പോർട്ടും ലൈക്കൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് നല്ലതായിരിക്കും. പിന്നെ ഈ കാർണിവൽ ഇവൻറ്റിൽ എന്തുകൊണ്ട് നമുക്കത് ക്ലെയിം ചെയ്യാം. 6 കിട്ടി, ചിയർ ചെയ്തു, എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇത്രയും റിവാർഡ്സ് കിട്ടുന്നുണ്ട്. ഒരു എന്തോ പോലെ പിന്നെ ഒരു മോൺസ്റ്റർ ട്രക്കിൻ്റെ സ്കിന്ന്, പിന്നെ ഒരു 3 അതും യൂണിവേഴ്സൽ ടോക്കൺ, പിന്നെ ഈ ഗേളിൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇവൻറ്റ് നല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാം ഗൈസ്, അതും പറയാം. എനിക്ക് കുഴപ്പമില്ലാത്ത ഇവൻറ്റ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ ഫ്രീ ഫയർ വീഡിയോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ആൻഡ് ബൈ ഗൈസ്.